ഗൾഫിൽ ആദ്യമായി എണ്ണ സമ്പത്ത് കണ്ടെത്തിയ രാജ്യമാണ് ബഹ്റൈൻ. പവിഴപ്പുറ്റുകളുടെ പേരിൽ പ്രശസ്തമായ ഈ ദ്വീപുരാജ്യമാണ് GCC മേഖലയിലെ ആദ്യത്തെ നാഗരികത. 200 വർഷം പഴക്കമുള്ള ഹൈന്ദവ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന, യഹൂദ മതവിശ്വാസികൾക്കുൾപ്പെടെ രാജ്യത്തിന്റെ ശൂറ കൗൺസിലിൽ അംഗത്വം നൽകുന്ന സഹവർത്തിത്വത്തിന്റെ ഏറ്റവും മികച്ച ലോകമാതൃകയാണ് ബഹ്റൈൻ. പവിഴപ്പുറ്റുകളുടെ രാജ്യമായ ബഹ്റൈനിലേക്ക് സ്വാഗതം. ഏഷ്യയിലെ ഏറ്റവും ചെറിയ മൂന്നാമത്തെ ഈ ദ്വീപ് രാജ്യത്തിൽ നിന്നാണ് ഇത്തവണ ജേർണിസ്റ്റ്. 33 ചെറുദ്വീപുകൾ കൂടിച്ചേർന്നതാണ് പവിഴപ്പുറ്റുകളുടെ നാടായി അറിയപ്പെടുന്ന ബഹ്റൈൻ. കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ലയായ ആലപ്പുഴയുടെ പകുതിയോളമേ ഗൾഫിന്റെ മുത്തായി അറിയപ്പെടുന്ന ഈ ദ്വീപുരാജ്യത്തിന് വലിപ്പമുള്ളൂ. അതിലേറ്റവും വലിയ ദ്വീപായ ബഹ്റൈന്റെ വടക്കേ അറ്റത്ത് നിന്നും തെക്കേ അറ്റത്തേക്ക് സഞ്ചരിക്കുകയാണെങ്കിൽ 48 കിലോമീറ്ററാണ് നീളം. വീതി വെറും 16 കിലോമീറ്റർ മാത്രം. ദുറത്തുൽ ബഹ്റ എന്ന അറ്റത്തു നിന്നും അൽ ജസ്ര എന്ന മറ്റേ അറ്റത്തേക്ക് ഗതാഗത കുരുക്കുകളില്ലെങ്കിൽ 1 മണിക്കൂർ കൊണ്ട് ഓടിയെത്താനാവും. രാജ്യ തലസ്ഥാനമായ മനാമയാണ് പ്രധാന പട്ടണം. മുഫറക്ക്, സിത്ര, റിഫ, ഈസ ടൗൺ, ഹമദ് ടൗൺ, സല്ലക്ക് മുതലായവയാണ് മറ്റു ടൗൺഷിപ്പുകൾ. ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് കടക്കുന്നത് തിരിച്ചറിയാൻ ബുദ്ധിമുട്ടുള്ള ഒരു മഹാനഗരമാണ് ബഹ്റൈൻ എന്ന് പറയുന്നതാണ് കുറെ കൂടി ശരി. ബഹ്റൈന്റെ എണ്ണപ്പാടങ്ങൾ സ്ഥിതി ചെയ്യുന്ന ദക്ഷിണ മേഖലയിലേക്ക് പോകുമ്പോൾ മാത്രമാണ് റോഡരികിൽ ആൾപ്പാർപ്പില്ലാത്ത പ്രദേശങ്ങൾ കടന്നുവരുന്നത്. 7,39,000 പൗരന്മാരാണ് ഈ രാജ്യത്തുള്ളത്. തദ്ദേശീയരേക്കാൾ 1.5 ലക്ഷത്തിലും അധികമുണ്ട് വിദേശ രാജ്യങ്ങളിൽ നിന്നും തൊഴിലെടുക്കാൻ എത്തിപ്പെട്ടവരുടെ എണ്ണം. 8.5 ലക്ഷം വരുന്ന പ്രവാസി സമൂഹത്തിൽ 3.27 ലക്ഷം പേരും ഇന്ത്യക്കാരാണെന്നാണ് 2024 കണക്കുകൾ പറയുന്നത്. അതിൽ തന്നെ മഹാഭൂരിപക്ഷവും മലയാളികളാണ്. ഗൾഫ് മേഖലയിൽ കൂടിയ ജനസാന്ദ്രതയുള്ള ഈ രാജ്യം തന്നെയാണ് മറ്റേത് ഗൾഫ് രാജ്യത്തെക്കാളും കൂടുതലായി സാംസ്കാരിക വൈവിധ്യത്തെ ഉൾക്കൊള്ളുന്നതും. ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ജൂതന്മാരും മറ്റു മതങ്ങളുമൊക്കെ ഈ രാജ്യത്ത് അവരുടെ സാന്നിധ്യം അറിയിക്കുന്നുണ്ട്. ബഹ്റിനെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ പറയും, ലോകത്ത് ഏറ്റവും വലിയ മതേതര രാജ്യം എന്ന് പറയുന്നത് ബഹ്റിൻ, ഒരു കണക്കിന് ബഹ്റിനാണെന്ന് ഞാൻ പറയും. ഒരു ഇസ്ലാമിക രാജ്യം ആണ് എങ്കിൽ പോലും ഇവിടെ എല്ലാ മതസ്ഥരും എല്ലാ ജാതി വിഭാഗങ്ങളും ഒരു വ്യത്യാസവുമില്ലാതെയാണ് ഭരണാധികാരികൾ കാണുന്നത്. മുസ്ലിങ്ങളിൽ തന്നെ ഷിയ വിഭാഗക്കാരാണ് രാജ്യത്ത് കൂടുതലുള്ളത്. വിരലിലെണ്ണാവുന്ന കുടുംബങ്ങൾ മാത്രമുള്ള യഹൂദർക്കുൾപ്പെടെ എല്ലാ ന്യൂനപക്ഷ മതസമൂഹങ്ങൾക്കും സ്വന്തമായ സ്കൂളുകളും ആരാധനാലയങ്ങളും സ്ഥാപിക്കാൻ ഈ രാജ്യം അനുവാദം നൽകുന്നുണ്ട്. അവരിൽ ചിലർക്കൊക്കെ ബഹ്റൈൻ ശൂറ കൗൺസിലിൽ അംഗത്വം നൽകാനും രാജ്യത്തിന്റെ ഭരണാധികാരിയായ ഹമദ് ബിൻ ഈസ അൽ ഖലീഫ തയ്യാറായിട്ടുണ്ട്. ഗൾഫ് രാജ്യങ്ങളിൽ ഭരണരംഗത്ത് ഏറ്റവും മികച്ച രീതിയിൽ വനിതാ പ്രാതിനിധ്യം അനുവദിച്ച രാജ്യം കൂടിയാണ് ബഹ്റൈൻ. 40 അംഗ ശൂറ കൗൺസിലിൽ 9 വനിതകളുണ്ട്. അക്കൂട്ടത്തിൽ ഒരാളാണ് യഹൂദ സമൂഹത്തിന്റെ പ്രതിനിധിയും എഴുത്തുകാരിയുമായ നാൻസി എല്ലി ദിന കെദൂരി. ഈയിടെ കാലം ചെയ്ത ഫ്രാൻസിസ് മാർപ്പാപ്പ ഗൾഫ് മേഖലയിൽ സന്ദർശനം നടത്തിയ 2 രാജ്യങ്ങളിൽ 1 എന്ന ബഹുമതിയും ബഹ്റൈനുണ്ട്. സന്ദർശന വേളയിൽ പോപ്പ് യാത്ര ചെയ്ത കാർ മനാമ മ്യൂസിയത്തിൽ വലിയ പ്രാധാന്യത്തോടെ പ്രദർശിപ്പിച്ചത് കാണാം. സത്യത്തിൽ വളരെ ചെറിയൊരു കാറാണ് മാർപ്പാപ്പ തനിക്ക് വേണ്ടി തെരഞ്ഞെടുത്തത്. അത് അദ്ദേഹത്തിന്റെ ആത്മീയ ഔന്നത്യമായാണ് ബഹ്റൈൻ മ്യൂസിയം എടുത്തു പറയുന്നത്. നൂറ്റാണ്ടുകളായി ഗൾഫ് മേഖലയിലെ വ്യാപാര രംഗത്ത് ചുവടുറപ്പിച്ചു നിൽക്കുന്ന ബഹ്റൈന് പവിഴദ്വീപുകൾ എന്നുകൂടി വിളിപ്പേരുണ്ടെങ്കിലും GCC കൂട്ടായ്മയിലെ ഏറ്റവും കുറഞ്ഞ GDP ആണ് ബഹ്റൈന്റേത്. ഗൾഫ് മേഖലയിൽ ഏറ്റവും ആദ്യം എണ്ണ കണ്ടെത്തിയ രാജ്യവും ഇതാണ്. അതേസമയം മേഖലയിലെ മറ്റു രാജ്യങ്ങളുടേതുമായി തുലനം ചെയ്യുമ്പോൾ താരതമ്യേന കുറഞ്ഞ അളവിലുള്ള എണ്ണയും പ്രകൃതിവാതവുമാണ് ബഹ്റൈന്റേത്. ബാങ്കിംഗ് മേഖലയിൽ നേടിയെടുത്ത വളർച്ചയും അലൂമിനിയം ശുദ്ധീകരണവുമാണ് രാജ്യത്തിന്റെ മറ്റു പ്രധാന വരുമാന മാർഗങ്ങൾ. സമുദ്രമാർഗമുള്ള വ്യാപാര മേഖലയിൽ നൂറ്റാണ്ടുകളോളം ആധിപത്യം പുലർത്തിയ ഈ രാജ്യത്തിന്റെ ചരിത്രം മനാമ സൂക്കിൽ നിന്നാണ് പറഞ്ഞു തുടങ്ങേണ്ടത്. മാർക്കറ്റിലേക്ക് മാത്രമല്ല, ഈ രാജ്യത്തേക്ക് കൂടിയുള്ള പ്രവേശന കവാടമായിരുന്നു ഇത്. 1962 സൽമാൻ തുറമുഖം പണികഴിപ്പിക്കപ്പെടുന്നതുവരെയും ബാബൽ ബഹ്റൈൻ എന്നറിയപ്പെട്ട ഈ ഗേറ്റായിരുന്നു എല്ലാ അർത്ഥത്തിലുമുള്ള ബഹ്റൈന്റെ പ്രവേശന കവാടം. കൂടുതൽ തുറമുഖങ്ങളും വിമാനത്താവളവും വന്നതോടെ 1980-കൾ മുതൽ വ്യാപാര മേഖലയിൽ കാര്യമായ മാറ്റങ്ങൾ പ്രത്യക്ഷപ്പെട്ടു. രാജ്യത്തിന്റെ വാണിജ്യ തലസ്ഥാനം എന്ന പദവി ക്രമേണ മനാമ സൂക്കിന് നഷ്ടമായി. 20-ാം നൂറ്റാണ്ടിന്റെ ആദ്യ ദശകങ്ങളിൽ വലിയ കപ്പലുകൾ പോലും ഈ മാർക്കറ്റിന് മുമ്പിലെ പുറംകടലിൽ നങ്കൂരമിട്ട് ചെറിയ ബോട്ടുകളിൽ ചരക്കിറക്കാറായിരുന്നു പതിവ്. പരമ്പരാഗത രീതിയിലുള്ള കച്ചവടത്തിന്റെ തനിമ പക്ഷേ ഇപ്പോഴും മാർക്കറ്റിനകത്ത് നിലനിൽക്കുന്നുണ്ട്. കയറി ചെല്ലുന്നിടത്ത് വലതുഭാഗത്തായി കാണുന്നതാണ് ബഹ്റൈനിലെ ഏറ്റവും ആദ്യത്തെ പോസ്റ്റ് ഓഫീസ്.
ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ 1884 അതിന്റെ തുടക്കം. 1933 വരെയും ഇന്ത്യൻ സ്റ്റാമ്പുകളായിരുന്നു ഈ രാജ്യത്ത് ഉപയോഗത്തിലുണ്ടായിരുന്നത്. അക്കാലത്ത് ഇവിടുത്തെ നാണയവും രൂപയായിരുന്നു. ഈ മ്യൂസിയത്തിൽ ആ കാലഘട്ടത്തിന്റെ ചരിത്രം സഞ്ചാരികൾക്ക് പരിചയപ്പെടാനാവും. ബഹ്റൈനിലെ ആദ്യകാല മലയാളിയായ M.A. മലബാരി എന്ന മുഹമ്മദ് അലി മലബാരിയുടേതായിരുന്നു ഈ കടകൾ. ഇസ്ലാമിക വിപ്ലവം നടക്കുന്ന കാലത്ത് ഇറാനിൽ വ്യാപാരിയായിരുന്ന M.A. മലബാരി 3 വലിയ ഡ്രമ്മുകൾ നിറയെ പണവുമായാണ് അന്ന് ബഹ്റൈനിലെത്തിയത്. വലിയ അത്ഭുതത്തോടെയും ആദരവോടെയുമാണ് അദ്ദേഹത്തെ അന്ന് ബഹ്റൈൻ സ്വീകരിച്ചത്. സൂക്കിലെന്നല്ല, ബഹ്റൈനിലെ തന്നെ അറിയപ്പെടുന്ന മലയാളികളിൽ ഒരാളായിരുന്നു M.A. മലബാരി. മുഖ്യ കവാടം പിന്നിട്ട് അകത്തേക്ക് കയറുമ്പോൾ കാണുന്ന തൂങ്ങിക്കിടക്കുന്ന ഈ ചരടുകൾ വെറുമൊരു അലങ്കാരമല്ല. അറേബ്യൻ രാജ്യങ്ങളിൽ ഉടനീളം കാണാനാവുന്ന സാംസ്കാരിക ചിഹ്നമാണ് അരീഷ് എന്നറിയപ്പെടുന്ന ഈന്തപ്പനയിൽ നിന്നും ചീന്തിയെടുത്തുണ്ടാക്കുന്ന ഈ നാരുകൾ. അകത്തേക്ക് പൊടി കയറുന്നത് തടയാനും ചൂടുകാറ്റിനെ തടുത്തു നിർത്താനുമൊക്കെ അരീഷ് ഉപയോഗിക്കുന്നുണ്ട്. ഒറിജിനൽ പവിഴവും സ്വർണം, വെള്ളി ആഭരണങ്ങളും തുണിത്തരങ്ങളും സുഗന്ധദ്രവ്യങ്ങളുമാണ് പ്രധാനമായും ഈ മാർക്കറ്റിലുള്ളത്. സൂക്കിലെത്തുന്ന സഞ്ചാരികൾ സന്ദർശിക്കുന്ന പേരുകേട്ട റെസ്റ്റോറന്റുകളിലൊന്നാണ് ഹാജി കഫേ. ഹാജി അലി എന്ന തദ്ദേശീയനാണ് 1950 ഈ കഫേക്ക് തുടക്കമിടുന്നത്. വളരെ പ്രസിദ്ധമാണ് ഇവിടുത്തെ ബലാലീത്ത്. സേമിയയും കോഴിമുട്ടയും ചേർത്തുണ്ടാക്കുന്ന ഈ ബ്രേക്ക്ഫാസ്റ്റ് വിഭവം കഴിക്കാനാണ് കൂടുതൽ ആളുകൾ കഫേയിലെത്തുന്നത്. ബ്രസീലിന്റെ ഇതിഹാസ ഫുട്ബോൾ താരം റൊണാൾഡോയും ഫ്രീസ്റ്റൈൽ ഗുസ്തി ലോക ചാമ്പ്യൻ മുഹമ്മദ് ഖബീബും ഒക്കെ ഇവിടെ സന്ദർശിച്ചതിന്റെ ഫോട്ടോകൾ ചുവരിൽ പതിച്ചു വെച്ചിട്ടുണ്ട്. ഇന്നാട്ടിന്റെ തനത് വിഭവങ്ങളെ പരിചയപ്പെടുത്തുന്ന കാര്യത്തിൽ ഹാജി കഫേയേക്കാളും മികച്ച റെസ്റ്റോറന്റാണ് ദാർ അബു ഹുസൈൻ എന്നാണ് ബഹ്റൈനിൽ ജേർണലിസ്റ്റിന്റെ ആതിഥേയനായ കാഞ്ഞങ്ങാട്ടുകാരൻ അബ്ദുൽ ഹമീദിന്റെ അഭിപ്രായം. മനാമയിൽ ബുദയ്യയിലുള്ള ഈ റെസ്റ്റോറന്റിലേക്കാണ് അദ്ദേഹവും ഭാര്യ കൗലയും എന്നെയും ഫായിസായെയും കൊണ്ടുപോയത്. ഗൾഫ് മേഖലയിൽ പൊതുവെ മികച്ച ബ്രേക്ക്ഫാസ്റ്റായി കണക്കാക്കുന്ന ബലാലീത്തിനു പുറമെ നിരവധി പരമ്പരാഗത അറബ് ഭക്ഷണങ്ങളും ഈ റെസ്റ്റോറന്റിലുണ്ട്. മനോഹരമാണ് ദാർ അബു ഹുസൈന്റെ ഇന്റീരിയർ. അറബി ഭാഷയിൽ ചിന്തോദ്ദീപകമായ നിരവധി ആപ്തവാക്യങ്ങളും പദ്യശകലങ്ങളും എഴുതിവെച്ച ഇതിന്റെ ചുവരുകളിൽ സെലിബ്രിറ്റികൾക്കൊപ്പം മലയാളത്തിന്റെ സൂപ്പർ സ്റ്റാർ മോഹൻലാലിന്റെ കാരിക്കേച്ചറും കാണാനുണ്ട്. ഒഴിവു ദിവസമായതുകൊണ്ടായിരിക്കണം നല്ല തിരക്കായിരുന്നു അവിടെ. മറ്റ് ഗൾഫ് രാജ്യങ്ങളുമായി തുലനം ചെയ്യുമ്പോൾ ബഹ്റൈനിലെ ഹോട്ടൽ ഭക്ഷണത്തിന്റെ വില പൊതുവെ ഒരൽപ്പം കൂടുതലാണ്. മനാമ സൂക്കിനെ കുറിച്ചാണല്ലോ പറഞ്ഞു വന്നത്. ബഹ്റൈന്റെ തനത് കാർപ്പറ്റുകളാണ് ഇതിനകത്ത് വിൽക്കുന്നതെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. വിദേശ രാജ്യങ്ങളിൽ നിന്നാണ് ഈ പരവതാനികൾ ഇങ്ങോട്ടെത്തിക്കുന്നത്. തൂക്കുവിളക്കുകളുടെ കാര്യവും അതുതന്നെ. അറേബ്യൻ രാജ്യങ്ങളിൽ പൊതുവെ ഉപയോഗത്തിലുണ്ടെങ്കിലും ഈജിപ്ത്, ചൈന, ഇന്ത്യ, മൊറോക്കോ, തുർക്കി പോലുള്ള രാജ്യങ്ങളിൽ നിന്നാണ് ഈ വിളക്കുകൾ മാർക്കറ്റിലെത്തുന്നത്. സുഗന്ധദ്രവ്യങ്ങളുടെ കൂട്ടത്തിൽ കുന്തിരിക്കം അറബ് രാജ്യമായ ഒമാനിൽ വിളയുന്നുണ്ട്. അതേസമയം കംബോഡിയ, ലാവോസ്, ഇന്തോനേഷ്യ പോലുള്ള രാജ്യങ്ങളിൽ നിന്നാണ് അറബികളുടെ പ്രിയപ്പെട്ട സുഗന്ധമായ ഊദ് മാർക്കറ്റിലേക്ക് എത്തുന്നത്. എന്നാൽ മാർക്കറ്റിൽ കൂടുതൽ വിലയുള്ളതും ഡിമാൻഡുള്ളതും ഇന്ത്യയിൽ നിന്നെത്തുന്ന ഊദിനാണ്. വ്യത്യസ്തമായ ചായകൾ വിൽക്കുന്ന പുരാതനമായ കഫേകൾ, മാർക്കറ്റ് നിർമ്മിക്കപ്പെട്ട കാലം മുതൽ നിലനിൽക്കുന്ന പഴമയുടെ എല്ലാ തനിമയുമുള്ള ചില കെട്ടിടങ്ങൾ, ഇവയൊക്കെ മനാമ സൂക്കിന്റെ അലങ്കാരങ്ങളാണ്. പവിഴം വിൽക്കുന്ന കടകളാണ് സ്വാഭാവികമായും ഈ മാർക്കറ്റിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഒറിജിനൽ പവിഴത്തിന്റെ ലഭ്യത ഉറപ്പു നൽകുന്ന നിരവധി കടകൾ ഈ മാർക്കറ്റിലുണ്ട്. ബഹ്റൈനിലെ ഗോൾഡ് സൂക്കിന് ഏറിയാൽ 80 വർഷത്തിന്റെ പഴക്കം മാത്രമേ ഉള്ളുവെങ്കിലും സൗദി അറേബ്യ, ഖത്തർ, കുവൈത്ത് എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള അറബികളുടെ പ്രിയപ്പെട്ട ആഭരണ മാർക്കറ്റായിരുന്നു ഇവിടം. പൊതുവെ അറബ് ലോകത്ത് വലിയ ഡിമാൻഡുള്ള പരമ്പരാഗത ആഭരണ നിർമ്മാണ ശൈലിയാണ് തഹാബ് ബഹ്റൈനി. തുല്ല, സഞ്ചീർ, മഷ്മൂം തുടങ്ങിയവയും ബഹ്റൈനിലെ പ്രിയപ്പെട്ട മാതൃകകളാണ്. പവിഴദ്വീപ് എന്ന പേര് നിലനിൽക്കുന്നുണ്ടെങ്കിൽ കൂടിയും നിലവിൽ വിരലിലെണ്ണാവുന്ന അത്രയും കുറച്ചുപേർ മാത്രമാണ് പരമ്പരാഗതമായ മുത്തുവാരലിൽ ഏർപ്പെട്ടവരായി ബാക്കിയുള്ളത്. ചൈന, ജപ്പാൻ, വിയറ്റ്നാം പോലുള്ള രാജ്യങ്ങളിൽ നിന്നും കൃത്രിമമായി കൃഷി ചെയ്തുണ്ടാക്കുന്ന പവിഴമാണ് നിലവിൽ മാർക്കറ്റിൽ കൂടുതലുള്ളത്. കർശനമായ ഉപാധികളോടെയാണെങ്കിൽ പോലും വിനോദസഞ്ചാരികൾക്കും ഇവിടെ കടലിനടിയിൽ നിന്ന് മുത്തുകൾ വാരാൻ അനുമതി കിട്ടും. മറ്റ് ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും വ്യത്യസ്തമായി മുങ്ങിയെടുക്കുന്ന മുത്ത് വ്യക്തികൾക്ക് സ്വന്തമാക്കാനുള്ള അനുമതിയും ബഹ്റൈൻ നൽകുന്നുണ്ട്. ഒറിജിനൽ പവിഴം വിൽക്കുന്നുവെന്ന് അവകാശപ്പെടുന്ന കടകളിലൊന്നിലാണ് തൃശൂർ സ്വദേശി കണ്ണനെ കണ്ടുമുട്ടിയത്. ഈ കടകളിലെ ആഭരണങ്ങളിലധികവും ലക്ഷങ്ങൾ വിലമതിക്കുന്നവയാണ്. ഇതൊക്കെ നാട്ടിലത്തെ 32-35 ലക്ഷത്തോളം വില വരുന്നതാണ്. ബഹ്റൈൻ നാച്ചുറൽ പേളാണ്. ഇതൊക്കെ ഇവിടുത്തെ എക്സിബിഷൻ ടൈമിലൊക്കെ ഇവിടുത്തെ ബഹ്റൈൻ ആൾക്കാർ തന്നെ മേടിക്കാറുണ്ട്. ഇവിടെ ബഹ്റൈനിലെ ആദ്യകാല പവിഴക്കച്ചവടക്കാരുടെ ചരിത്രം ഉറങ്ങിക്കിടക്കുന്ന മറ്റൊരു മാർക്കറ്റിലേക്കാണ് ഇനിയുള്ള യാത്ര. മുത്തുവാരുന്നവരുടെയും ബോട്ടുകാരുടെയും പവിഴക്കച്ചവടത്തിന്റെ ദല്ലാൾമാരുടെയും കേന്ദ്രമായിരുന്ന മുഹറക്കിലാണ്
പേൾ പാത്ത് എന്നറിയപ്പെടുന്ന ഈ മാർക്കറ്റ്. പണ്ടുകാലത്ത് ഇതിനെ അമാറാത്ത് എന്നായിരുന്നു വിളിച്ചത്. കച്ചവടക്കാർക്കായി കെട്ടിയുണ്ടാക്കുന്ന ടെന്റുകളാണ് അമാറാത്ത് എന്നറിയപ്പെട്ടത്. യൂസഫ് ബിൻ അബ്ദുൾ റഹ്മാൻ അൽ ഫക്രു എന്നൊരാളുടെ ഉടമസ്ഥതയിലുണ്ടായിരുന്ന ഈ അമാറാത്ത് നിലവിൽ യുനെസ്കോ പൈതൃക പട്ടികയിൽ ഇടം കണ്ടെത്തിയ ബഹ്റൈന്റെ ചരിത്ര കേന്ദ്രങ്ങളിൽ ഒന്നാണ്. ബഹ്റൈൻ യാത്രയിൽ എന്റെ സഹായിയായി ഒപ്പമുള്ള ഫഹദ് ഹാരിസാണ് പേൾ പാത്തും അമാറാത്തും കാണിക്കാനായി ഇവിടെ കൊണ്ടുവന്നത്. ബഹ്റൈൻ പവിഴ വ്യാപാരത്തിൽ നിർണായക ഒരു ചരിത്ര സ്ഥലമാണിത്. ഫക്ർ കുടുംബത്തിൻ്റെ അവരെ ഒരു വെയർ ഹൗസാണിത്. ഇവിടെ ഈത്തപ്പഴവും പവിഴങ്ങളും ഇവിടെ സ്റ്റോറി ഉണ്ടായിരുന്നു. അവർ ഇതിൽ നിന്ന് കയറ്റി അയക്കലുണ്ടായിരുന്നു. ഫക്രുവിന്റെ അമാറാത്ത് നല്ലൊരു ഭാഗവും പഴയ അതേ മട്ടിൽ തന്നെ നിലനിർത്തിയത് കാണാം. അതിനെ സംരക്ഷിക്കാനാണ് കോൺക്രീറ്റിന്റെ പടുകൂറ്റൻ തൂണുകൾ സ്ഥാപിച്ച് മേൽപ്പുര കെട്ടി തയ്യാറാക്കിയ ഈ പ്രത്യേക സംവിധാനം. അമാറാത്തിലേക്ക് കയറി ചെല്ലുന്നിടത്ത് തന്നെ ഈത്തപ്പഴം പണ്ടുകാലത്ത് സൂക്ഷിച്ചിരുന്ന വല്ലങ്ങളിൽ ചിലതിനെ ബാക്കിയിട്ടത് കാണാം. ഈത്തപ്പഴത്തിന്റെ ചാറ് വല്ലങ്ങളിൽ നിന്നും പുറത്തേക്കൊഴുകുന്നത് ശേഖരിക്കാനായി ഉണ്ടാക്കിയ ചാലുകളും അതേപടിയുണ്ട്. ഈ ചാലുകളിൽ നിന്നും ഭരണികളിൽ കോരിയെടുത്താണ് കാഴ്ചയിലും രുചിയിലും തേനിനു സമാനമായ ഈത്തപ്പഴച്ചാറ് സൂക്ഷിച്ചിരുന്നത്. പവിഴപ്പുറ്റുകളുടെയും മുത്തുകളുടെയും ഒരു പ്രദർശന ഹാൾ പേൾ പാത്തിന്റെ അങ്ങേയറ്റത്തുണ്ട്. മുത്തുകളുടെയും അവയുടെ ശേഖരണ രീതികളുടെയും ഒരു ഹ്രസ്വമായ പ്രദർശനമാണിത്. പ്രൊജക്ടറുകൾ ഉപയോഗിച്ച് കാണിക്കുന്ന ദൃശ്യങ്ങൾ മാത്രമാണിതെങ്കിലും അകത്ത് ക്യാമറ അനുവദിക്കുന്നില്ല. എന്നാലാകട്ടെ അസാധാരണമെന്ന് വിശേഷിപ്പിക്കാനാവുന്ന ഒരു കാഴ്ചയും ഈ എക്സിബിഷനകത്ത് കാണാനുമില്ല. ചരിത്രപ്രധാനമായ ഒരിടം എന്ന നിലയിൽ വലിയ പ്രാധാന്യത്തോടെയാണ് ബഹ്റൈൻ ഭരണകൂടം ഇവിടം സംരക്ഷിച്ചു നിർത്തുന്നത്. പവിഴദ്വീപിൽ നിന്നുള്ള കൂടുതൽ വിശേഷങ്ങൾ വരും ലക്കങ്ങളിൽ. മാനവികതയുടെ പിന്നിട്ട ചരിത്രവും വിവിധ സമൂഹങ്ങളുടെ സാംസ്കാരിക സവിശേഷതകളും പരിചയപ്പെടുത്തുന്ന ജേർണിസ്റ്റ് യാത്രകളുടെ മുൻലക്കങ്ങൾ കാണാനും പുതിയവ യഥാസമയം നിങ്ങളിലേക്കെത്താനും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.